ഖുർആൻ സൂറത്തു ആലി ഇംറാനിലാണ് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ദുആ പഠിപ്പിക്കുന്നത് പടച്ച തമ്പുരാൻ. എപ്പോഴാണ് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? തന്റെ ശിഷ്യയായ തന്റെ ജേഷ്ഠത്തിയുടെ മകളായ ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനിയായ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുന്നിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് കിട്ടാത്ത സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോൾ പടച്ച തമ്പുരാന് തന്നതാണെന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ സക്കരിയ നബിയോട് പറയുന്ന ഘട്ടത്തിലാണ് ഹുനാലിക ദഅ സക്കരിയ റബ്ബാ. ഹുനാലിക സമയത്ത് അഥവാ തന്റെ പ്രിയപ്പെട്ട ശിഷ്യയായ മറിയം ബീവിയുടെ മുന്നിൽ സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോൾ ഇതെന്റെ പടച്ചവൻ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോൾ ദഅ സക്കരിയ റബ്ബാ. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ് പടച്ചവനോട്. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. പടച്ച റബ്ബേ, റബ്ബി ഹബ്ലി, നീ എനിക്ക് സമ്മാനമായി ഓശാരമായി തരണേ തമ്പുരാനെ. മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. പടച്ചവനെ, നീ ദുആ ചെയ്യുന്നവന്റെ എല്ലാ സങ്കടങ്ങളും കേൾക്കുന്നവനാണ്. നിന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ സങ്കടങ്ങൾ കേൾക്കുന്നവനാണ്. മറയില്ലാതെ കേൾക്കുന്ന, കാതില്ലാതെ കേൾക്കുന്ന സമീആയ അല്ലാഹ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. എനിക്ക് നീ ത്വയ്യിബത്തായ ഒരു സന്താനത്തെ തരണേ തമ്പുരാനെ. എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗർഭിണിയാകുന്ന സമയത്താണ് ദുആരക്കേണ്ടത്. അല്ലാതെ പ്രസവിച്ച ശേഷം ആ കുഞ്ഞ് 5 വയസ്സ് കഴിഞ്ഞ് ആ കുട്ടിയെ മദ്രസയിലും സ്കൂളിലും ആക്കിയതിനു ശേഷം അവളുടെ മടപ്പ് ശരിയല്ലെന്ന് കാണുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പള്ളിയിലെ ഉസ്താദിനോട് വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എത്ര കരഞ്ഞ് വിളിച്ചിട്ട് ദുആ ചെയ്താലേ കാര്യമില്ല. എപ്പോഴാണ് ദുആരക്കേണ്ടതെന്നറിയോ പെങ്ങളെ? നിങ്ങൾക്കൊരു പക്ഷേ സാധിച്ചില്ല, നിങ്ങളുടെ മക്കൾക്ക് 40, 50, 30, 25 വയസ്സായിരിക്കാം. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എടോ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, നിനക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ദുആ ചെയ്യണമെന്ന ഖുർആൻ പഠിപ്പിച്ചത്. 80-ലധികം വരുന്ന വിമൻസ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികള് നാളെയുടെ ഭാവി നമ്മൾ കാണുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ പഠിപ്പിക്കുന്നത് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പാണ്. സക്കരിയ നബി അലൈഹിസ്സലാം നെഞ്ച് പൊട്ടി അല്ലാഹുവിനോട് തേടുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, പരിശുദ്ധമായ ത്വയ്യിബത്തായ ഒരു കുട്ടിയെ നീ എനിക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുവിനോട് ദുആ ചെയ്തത് പ്രസവിക്കുന്നതിന് മുമ്പാണ്. അന്ന് ആ സമയത്ത് സക്കരിയ നബിയുടെ ഭാര്യയുടെ പ്രശ്നം എന്തെന്നറിയോ?